ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രൂസ് ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. ഇത് കുറച്ച് പേരൊക്കെ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ കുറച്ച് റീലായിട്ട് കപ്പലിലെ വിശേഷങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇതെൻ്റെ മൊത്തം ഔട്ട്സ്റ്റാൻഡിങ് വീഡിയോ ആണ് നമ്മുടെ ഫുള്ള് ക്രൂസ് ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ സിഡ്നി ടു സിഡ്നി ക്രൂസിന് പോയത്. അതായത് നമ്മൾ വേറെ എങ്ങും ഇറങ്ങിയൊന്നുമില്ല. നമ്മുടെ ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇറങ്ങി കയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ട്രയലിന് വേണ്ടി ഒരു 3 days ക്രൂയിസ് ട്രിപ്പ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സിഡ്നിയിൽ നിന്ന് കയറിയിട്ട് സിഡ്നി തന്നെ തിരിച്ചു വരും. അവരിങ്ങനെ ഒരു സിഡ്നിയിൽ വെള്ളത്തിൽ കൂടെ പോയി സീയുടെ നടുക്കൊണ്ടേ ഒരു ലൂപ്പ് ഏരിയയിൽ വഴിക്കൊണ്ടേ നിർത്തിയിട്ട് പിറ്റേ ദിവസം 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരും. അതായിരുന്നു സംഭവം കേട്ടോ. നമ്മുടെ കൂടത്തെ ഒരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ലഗേജ് ഡ്രോപ്പിനാണ് കേട്ടോ. നമ്മൾ ബാഗിനകത്ത് നമുക്ക് ലഗേജ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ഇൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മുടെ അലൊക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റൂമിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും ആ റൂമിൻ്റെ വാതിക്കൽ നമ്മുടെ ലഗേജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പ് എയർപോർട്ടിലൊക്കെ പോണ പോലെ ചെക്കിനുണ്ട്. അപ്പോൾ ചെക്കിൻ്റെ സമയത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കും അവർ. എന്നിട്ട് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു കാർഡ് പോലെ തരും ഓരോരുത്തർക്കും. അപ്പോൾ ഒരു 5 കാർഡ്, നമ്മൾ 5 പേരായിരുന്നു, നമുക്ക് 5 പേർക്ക് ഓരോ കാർഡ്. ഞാനൊരു റീലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാർഡ് വെച്ചാണ് നമ്മൾ ഈ ഷിപ്പിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരുടെ പേരിൽ ഓരോ കാർഡ് ഉണ്ടാവും. അത് നമ്മുടെ റൂം കാർഡിൻ്റെ കീ പ്ലസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും കൂടെ കൂടിയാണ്. അപ്പം ഇതാണ് കറക്റ്റ് പാലത്തേക്കൂടെ കയറി ഷിപ്പിനകത്തേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കയറുമ്പോൾ നമ്മളൊരു 7ാമത്തെ നിലയുടെ ഷിപ്പിൻ്റെ 7ാമത്തെ നിലയിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് കയറുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മെയിൻലി 6ാമത്തെ നിലയിൽ അവിടെ കാസിനോയുടെ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയമുണ്ട്, ലഞ്ച് കഴിക്കേണ്ടവർക്ക് ലഞ്ച് കഴിക്കാം. അപ്പം നമ്മുടെ ഷിപ്പ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് കുറച്ച് ആങ്കറും ഡാൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഡാൻസും അനൗൺസ്മെൻറ്റൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ചെയ്തിട്ടാണ് അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ എൻ്റെ ഡെക്കിലെ ഏറ്റവും ടോപ്പിൽ ഡെക്കിൽ റൗണ്ടിൽ നിന്നിട്ട് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി സൈറനൊക്കെ മുഴങ്ങിയിട്ടാണ് പോയത്. നമുക്കത് കണ്ടാലോ. ഷിപ്പിൻ്റെ സെയിലിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫോട്ടോ സെഷനായി. അതാണല്ലോ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ഒരു വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കുമാണ് കേട്ടോ ഇത് മൂവായത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇരുട്ടാകുമ്പം നമുക്ക് പിന്നെ അതിന് അധികം ഓപ്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഫോട്ടോ സെഷൻസൊക്കെ തുടങ്ങി. നമ്മൾ പിള്ളേരുമൊക്കെ ആയിട്ട് ഇതൊരു 14ാമത്തെ നിലയാണ് ഇത് കേട്ടോ ഷിപ്പിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസിനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ആങ്കേഴ്സ് വന്നിട്ട് പ്രോഗ്രാമും ഡാൻസും ഒക്കെ അതിൻ്റെ പല പല ഏരിയാസ് ഉണ്ട് കേട്ടോ. സിഡ്നി ഹാർബർ ബ്രിഡ്ജാണ് അത് ഓപ്പറ ഹൗസ് കേട്ടോ. നമ്മുടെ ഷിപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് രണ്ടും കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിപ്പം ജസ്റ്റ് ഷിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും യാത്ര പോകുന്ന ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബാൽക്കണിയുള്ള റൂമായിരുന്നു ഞങ്ങൾ എടുത്തത്. അപ്പോൾ നമ്മൾ ആ റൂമിൽ പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഇതാണ് ആ കാർഡ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കെല്ലാവരുടെയും പേരിലുള്ള കാർഡ്. ആ കാർഡ് വെച്ചുള്ള സംഭവത്തെക്കുറിച്ച് ഇനി പറയാം കേട്ടോ.
അപ്പോൾ ഷിപ്പിൽ പോകുമ്പോൾ നമ്മുടെ മണിയും കാര്യങ്ങളും നമ്മുടെ എക്സ്പെൻസൊക്കെ ഉള്ള എങ്ങനെയാണ് ചിലവാക്കുന്നത്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ, അതിനെപ്പറ്റി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഷിപ്പിൽ കയറുമ്പോൾ ബേസിക്കലി ഒരു ID കാർഡ് പോലെ ഒരു സ്വൈപ്പ് കാർഡ് വരും. ഇത് നമ്മുടെ റൂം കാർഡ് പ്ലസ് നമ്മുടെ ഒരു ATM കാർഡ് പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ലിങ്കാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് റൂമിൽ കയറാം, പിന്നെ നമുക്ക് അതർ ആക്ടിവിറ്റീസിലൊക്കെ കയറാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ വാട്ടർ സ്ലൈഡ്, സ്വിമ്മിങ് പൂള്, ചെറിയ സെഷൻസൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ പിന്നെ ബിവറേജസ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്, പിള്ളേർക്ക് പിന്നെ എന്തെങ്കിലും അല്ലാത്ത ആക്ടിവിറ്റീസിനൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഈ റൂം നമ്പറും കൊച്ചിൻ്റെ പേരും ആ കാർഡിലുണ്ടല്ലോ. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് നിന്നാണ് പൈസ ഒരു ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഏജ് ലിമിറ്റിനനുസരിച്ച് പൈസ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഒരു $20 ലിമിറ്റ് വെച്ചിരുന്നത്. അപ്പം അഡൾട്ട്സിന് നമുക്ക് ലിമിറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ റോക്ക് ക്ലൈമ്പിങ്, പിന്നെ ഈ റോപ്പ് വേ കൂടെ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുക്കണമായിരുന്നു നമുക്ക് കയറണമെങ്കിൽ. അപ്പോൾ അതിനൊക്കെ ചിലപ്പം ഏജ് ലിമിറ്റുണ്ട്, പൊക്കത്തിനൊക്കെ അനുസരിച്ച് കയറാൻ പറ്റുള്ളൂ. യുവമാർക്ക് അതിനൊന്നും കയറാൻ പറ്റില്ലായിരുന്നു ചെറുതായതുകൊണ്ട്. മിക്ക സ്ഥലങ്ങളിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഫൈനലായിട്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ബില്ല് നമ്മുടെ റൂമിൻ്റെ വാതിക്കെ വെച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളി പുറത്ത് വരും. ഷിപ്പിനകത്ത് ലിഫ്റ്റാണ് കേട്ടോ. ലിഫ്റ്റൊക്കെ ഭയങ്കര ലക്ഷൂറിയസ് ആണ്. അപ്പം ലിഫ്റ്റിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്ന റൂമിലേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ ഈ കിടക്കുന്ന റൂമത്തിന് ഇവർ പറയുന്ന സ്റ്റെയർ റൂംസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് അതിലേക്ക് കയറുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഇടവഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും റൂമുകൾ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന റൂം രണ്ടും നോക്കിയാലോ. അപ്പോൾ നമ്മൾ 2 റൂമാണ് എടുത്തത്. ഒരെണ്ണം പിള്ളേർക്ക് വേണ്ടി, ഒരെണ്ണം നമുക്ക് വേണ്ടിയുള്ള. ആ റൂം കാണിച്ചു തരാം. വാ, ഇതാണ് നമ്മുടെ ഒരു റൂം കേട്ടോ. ഒരു റൂമിൽ നിന്ന് കയറുമ്പോൾ ആദ്യം ഇവിടെ കുറച്ച് വാർഡ്രോബും ഇങ്ങനെ അലമാരികളും നമ്മുടെ സേഫിന് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ലോക്കർ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റും ഷവർ, വാഷ് ബേസിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ബെഡ്. ഇതൊരു സിംഗിൾ ബെഡ്, അതൊരു സിംഗിൾ ബെഡ്. നമ്മളിത് സിംഗിൾ ബെഡാണ് എടുത്തത് കൊച്ചുങ്ങൾക്ക് വേണ്ടി കേട്ടോ. ഇവന്മാരുള്ളതുകൊണ്ട് ഇവന്മാർക്ക് നമുക്ക് ബങ്ക് ബെഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ബങ്ക് ബെഡാണ്. എന്നിട്ട് ഈ റൂമിനകത്ത് വലിയൊരു മിറർ കണ്ടോ, TV ഒക്കെ ഉണ്ട്. നല്ല സെറ്റപ്പാണ്. പക്ഷേ നമ്മുടെ ബങ്കാണ്. അമ്മമാർക്ക് ബങ്ക് ബെഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ബങ്ക് ബെഡായിട്ടാണ് എടുത്തത് കേട്ടോ. പക്ഷെ നമുക്ക് ബാൽക്കണി ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബാൽക്കണി. പിന്നെ ഷിപ്പിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിലെ ഫുഡാണ് കേട്ടോ. ഫുഡിനെ പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടേ. ഷിപ്പിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. അപ്പം ഷിപ്പിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻട്രി. പാൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ നമ്മുടെ ബഫറ്റ് സിസ്റ്റത്തിൽ കുറേ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വിചാരിച്ചാൽ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട നോക്കിയെടുത്ത് സെലക്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതിനകത്ത് പല രാജ്യത്തെ ഫുഡുകളുണ്ട്. ഇവിടുത്തെ ബ്രെഡ്, റാപ്പ്, എന്താ പറയുക, ബർഗർ, അങ്ങനത്തെ ടൈപ്പ് ചിപ്സൊക്കെ ഉള്ളതുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുഡായ ചോറും കറികളും, പിന്നെ മെക്സിക്കൻ, അങ്ങനെ പല ഡിഷസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അതാണ് ഒരു ഓപ്ഷന്. അപ്പം പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ഡൈനിങ് ആണ് കേട്ടോ. ഫൈൻ ഡൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ പാൻട്രി കൂടാതെ അവിടെ വേറെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ബുക്ക് ചെയ്യുന്ന പാക്കേജിൽ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് 2-3 റെസ്റ്റോറൻറ്റിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം അതിന് നമ്മൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ട. പിന്നെ ഈ ഫുഡ് ബോറായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ പോയി പൈസ കൊടുത്ത് ഇഷ്ടപ്പെട്ട വേറെ ഫുഡും കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള ചെയർ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത് വിൻഡോ സൈഡിലാണ്. അപ്പോൾ നമുക്ക് കടലിലേക്ക് നോക്കി ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് നല്ലൊരു സെറ്റപ്പാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ഇരുന്ന് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഷിപ്പിലെ ഓരോ ദിവസത്തിനും ഓരോ ചാർട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ അവർ ആ ചാർട്ട് വെച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് അന്നത്തെ ഡേയിൽ എന്തൊക്കെ പ്രോഗ്രാമാണ് ഉള്ളത് എന്ന്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് അത് എവിടെയാണ് നടക്കുന്നതെന്നും ഏത് ലെവലിലാണ് എത്ര സമയം വരെ ഉണ്ടാവും എന്നെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമേ. അപ്പോൾ നമുക്കതനുസരിച്ച് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഡേയൊക്കെ. പിന്നെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ലൈവായിട്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ കാണാം. പിന്നെ നമ്മളൊരു ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. 2-3 ഫോട്ടോസ്, നല്ല ഫോട്ടോസൊക്കെ എടുത്തു, പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫീസ്. പിന്നെ നമുക്ക് ഫൈൻ ഡൈനിങ്ങിനെ കുറിച്ച് പറയാം. ഫൈൻ ഡൈനിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ പോകാമെന്ന്. നമ്മൾ 2-3 ഈവനിങ്ങുകളൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്ത് അവിടെ പോയി. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ക്രൂസ് എല്ലാം കൂടെ ഡാൻസ്, പാട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പരിപാടിയൊക്കെ ഉണ്ടാകും. പിന്നെ അവിടുത്തെ ഷെഫൊക്കെ വന്ന് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്ന് ഇങ്ങനെ ഇവരാണ് ഇത്ര വർഷമായിട്ട് ഇത്ര ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഫണ്ണായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു അത്. പിന്നെ നമുക്ക് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് കണ്ടാലോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേലത്തെ ഡെക്ക് കേട്ടോ. അവിടെ നിന്ന് നോക്കി കഴിയുമ്പം വാട്ടർ സ്ലൈഡ് കാണാം, സീ ഏരിയ എല്ലാം ഫുള്ള് ഒരു 360 ആംഗിൾ എന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പിള്ളേരുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അവരെ പല പല ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പം ആ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് ഡേ കെയർ പോലൊരു സംഭവമുണ്ട്. ഡേ കെയർ അല്ല സത്യത്തിൽ, അവരെ നോക്കാൻ. അപ്പോൾ നമുക്ക് അഡൾട്ടിന് തന്നെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോകണമെങ്കിൽ പിള്ളേരെ അവിടെ കൊണ്ടാക്കിയിട്ട് നമുക്ക് പോകാം. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവിടെ പോകാൻ. എന്നാന്ന് വെച്ചാൽ അവർക്ക് ഗെയിം കളിക്കാൻ ഇവരുടെ പിള്ളേരുമായിട്ടുള്ള പുതിയ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡുണ്ട്. അപ്പോൾ ആ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ലോസ്റ്റ് ആയിപ്പോയാലും അവരൊക്കെ തിരിച്ച് നമ്മുടെ പേരൻസിനെ റൂമിൽ കണ്ടുപിടിച്ച് കൊണ്ടുവരാനുള്ള സംഭവമാണ്. പിന്നെ അവിടെ നല്ല ഹോട്ട് ബാത്ത് പൂളുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അതിനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ വാട്ടർ സ്ലൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വാട്ടർ സ്ലൈഡിനകത്ത് വെള്ളത്തിന് ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ, തണുപ്പായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിന് പേടിയായിരുന്നു, മേലിൽ കൂടി ഇങ്ങനെ വന്നേക്കുന്നതുകൊണ്ടേ അവൻ അതുകൊണ്ട് പോയില്ല. പക്ഷേ ഇത് നല്ല പ്രൊട്ടക്ഷനായിട്ട് ഇതുണ്ടോ, സ്ലൈഡിൻ്റെ 2 സൈഡ് ഗ്ലാസ്സൊക്കെ വെച്ച് കവർ ചെയ്തൊക്കെയാണ് അവർ വെച്ചിരുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് അതൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ എക്സ്ട്രാ ഇങ്ങനെ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണേ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടി അതിനാണ് ശരിക്കും പറഞ്ഞാൽ കാർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഒരു സ്ലർപ്പിയോ ഒരു ഡ്രിങ്ക്സ് എന്തെങ്കിലും ഇതൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധാരണ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും അറിയാവേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് സമയത്തിന് ഫുഡ് അവിടെയുണ്ട്, നമ്മൾ പോയി കഴിച്ചാൽ മതി. അതാണ് മെയിൻ ക്രൂസ് ട്രിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ വാങ്ങിച്ചതിൻ്റെ ഒരു കഥ പിന്നെയുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഫണ്ണി സ്റ്റോറിയാണ് സത്യം പറഞ്ഞാൽ. ഞാനൊരു റീലിലിടാം, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് ആ റീലും ഈ ഡ്രിങ്ക്സിൻ്റെയും കഥ എന്താണെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ദിവസം ഞാൻ പൂളിലും ബാത്തിലൊക്കെ ഇറങ്ങിയുള്ളൂ, കാരണം ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഇറങ്ങുവാണെങ്കിൽ അഡൾട്ട്സും കൂടെ ഇറങ്ങണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിള്ളേരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ലാതെ പിന്നെ ക്രൂസ് ട്രിപ്പിനകത്ത് പ്രത്യേകിച്ച് പറയത്തക്ക കാര്യമൊന്നുമില്ല. അങ്ങനെ 3 ദിവസം നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കയറുക, എൻജോയ് ചെയ്യുക, ഫുഡ് കഴിക്കുക. പിന്നെ മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർ ചെറിയ ടാബ്ലറ്റൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ ആദ്യം പോയി സിഡ്നി പോയി ഒരു സ്ഥലത്ത് പോയി ഈ ഷിപ്പ് റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അധികം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് തലയ്ക്കൊരു ഷെയ്ക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മോഷൻ സിക്നസ്സിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ അങ്ങനെ ചെറിയൊരു എമർജൻസി മെഡിസിനൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ 3-ാമത്തെ ദിവസം രാവിലെ
സിഡ്നിയിൽ എത്തി. രാവിലെ 6 മണിയായപ്പോൾ എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ബാൽക്കണിയിൽ നിന്ന് എടുത്തൊരു ഷോട്ടാണിത്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് 10 മണിക്ക് മുമ്പ് ഇറങ്ങുക. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി തിരിച്ചു പോന്നു. ബൈ ബൈ പറഞ്ഞു സിഡ്നിയോട്. അങ്ങനെ നല്ല ഒരു അഡ്വഞ്ചർ ഷിപ്പ് ജേർണി ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.